വ്യോമസേന വിമാനം എയർപോർട്ടിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ആ വിമാനത്തിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് ഓരോ മൃതദേഹങ്ങളായി കൊണ്ടുവരും. ടെർമിനലിൽ മൃതദേഹങ്ങൾ കിടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അധികം വൈകില്ല എന്ന് വേണം. ഉച്ചവരെ കാത്ത് പുറത്ത് കണ്ണീരോടുകൂടി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി സർക്കാർ പ്രതിനിധികളും പ്രതിപക്ഷ നേതാക്കളും എല്ലാം തന്നെ കാർഗോ ടെർമിനലിൽ, ഇമ്പോർട്ട് കാർഗോ ടെർമിനലിൽ അവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മറ്റ് എംപിമാർ, MLA മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ തമിഴ്നാട് ന്യൂനപക്ഷ മന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. 31 മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങുക. അതിൽ 23 മലയാളികളുണ്ട്. 7 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ഒരാൾ കർണാടക സ്വദേശിയാണ്. അവിടെ ചെറിയ രീതിയിൽ ഒരു പൊതുദർശനം അവിടെ ഉണ്ടാകും. ബന്ധുക്കൾക്കും മറ്റ് അടുത്ത സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ പ്രതിനിധികൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം അവിടെ ടെർമിനലിലുണ്ടാകും, എയർപോർട്ടിലുണ്ടാകും. അതിനുശേഷം സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിക്ക് ശേഷമായിരിക്കും അവിടെ നിന്ന് മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുള്ള സജ്ജീകരണങ്ങളും അവിടെ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 31 ആംബുലൻസുകൾ റെഡിയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യോമസേന വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും. വിമാനത്തിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി P. രാജീവ്, K. രാജൻ, തമിഴ്നാട് മന്ത്രി അടക്കമുള്ളവർ പുറത്ത് കാത്തിരിക്കുകയാണ്. മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും കാത്തവർ കാത്തിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് ഈ 23 മലയാളികളും വിടവാങ്ങുന്നത് എന്നതാണ്. പലർക്കും പലവിധ സ്വപ്നങ്ങളുമായി ആഗ്രഹങ്ങളുമായാണ് അവരെല്ലാം തന്നെ ഈ കേരളം വിട്ട് പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയത്. അതിൽ ചിലർ വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലർ അടുത്തിടെയാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. ചിലർ ദിവസങ്ങളെ ആയുള്ളൂ കേരളം വിട്ട് കുവൈറ്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ സ്വപ്നങ്ങൾ കരുപ്പിടിപ്പിക്കുന്ന കൂട്ടത്തിലാണ് പൊടുന്നനെ ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത്. കുവൈറ്റ് മൻഗഫിലെ തൊഴിലാളികൾ താമസിച്ചു വന്ന ഫ്ളാറ്റിലായിരുന്നു വലിയ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും പ്രവാസ ലോകത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോഴും ആ ഞെട്ടലിൻ്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയണം. അത്രയധികം വികാരഭരിതമായാണ് അവർ ഓരോരുത്തരും പ്രതികരിച്ചത്. ഉടൻ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് 2 പേരാണ് മരിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് പത്തനംതിട്ടയിലാണ്. 6 പത്തനംതിട്ട സ്വദേശികളാണ് കുവൈറ്റിലെ അപകടത്തിൽ മരണപ്പെട്ടത്. കോട്ടയത്ത് 3 പേരുണ്ട്. തൃശ്ശൂരിൽ ഒരാളാണ് മരണപ്പെട്ടത്. മലപ്പുറത്ത് 2 പേർ മരണപ്പെട്ടു. കണ്ണൂരിൽ 3, കാസർഗോഡ് 2, കൊല്ലത്ത് 4 പേരുമാണ് മരണപ്പെട്ടത്. ഇനി കൊച്ചിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെയുള്ള നടപടിക്രമങ്ങളും പൊതുദർശനവും ഒക്കെ പൂർത്തിയായ ശേഷം ഓരോ ആംബുലൻസുകളിലായി ഇവരെ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിലാണ് വീടുകളിലേക്ക് കൊണ്ടുപോവുക. 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് അവിടെ വ്യോമസേന വിമാനത്തിലുള്ളത്. 31 മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങുക. S. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, വിമാനം അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ ആകുന്നു. എന്താണ് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വൈകുന്നത്? ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും അധികം വൈകില്ല. നേരത്തെ 10:00 കൂടിയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 45 മൃതദേഹങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. അതിൽ 31 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് ഇറക്കുന്നത്. എന്തായാലും ഓരോ മൃതദേഹം ഇത്തരത്തിൽ ഇറക്കുന്നു. അതിനുശേഷം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിൽ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ടേബിളുകളിൽ വയ്ക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ കൂടിയാണ് അവിടെ പുരോഗമിക്കുന്നത്. അത് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് തുടരുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ വലിയ ജനാവലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉറ്റവരും ഉടയരുമൊക്കെ ആ വിധത്തിൽ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇവിടെ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ വലിയ ജനപ്രതിനിധി സംഘമുണ്ട്. മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അവരടങ്ങുന്ന വലിയ ജനപ്രതിനിധി സംഘവും ഇവിടെ
തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. നേരത്തെ ഈ അവിടുന്ന് യാത്ര പുറപ്പെടാൻ, അത് കുവൈത്തിൽ നിന്നും വിമാനം യാത്ര പുറപ്പെടാൻ നേരിട്ട കാലതാമസം, അതാണ് പിന്നീട് ഈ വൈകുന്നേരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നത്. 3:30 കൂടി പുറപ്പെടുമെന്നാണ് തുടക്കത്തിൽ അറിയിച്ചിരുന്നത് ഇന്ത്യൻ സമയം. പക്ഷേ അത് പിന്നീട് 6:20 എത്തുകയായിരുന്നു. അങ്ങനെ 6:20 കുവൈത്തിൽ നിന്നും ഈ പ്രത്യേക വിമാനം പുറപ്പെടുന്നത്. അതിനുശേഷം അത് ആദ്യം ഡൽഹിയിലേക്ക് എത്തും, അതിനുശേഷം കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് വരുമെന്നുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് ആ തീരുമാനം മാറ്റിക്കൊണ്ടാണ് 6:20 പുറപ്പെട്ട വിമാനം അത് നേരെ കൊച്ചിയിൽ വന്ന ശേഷം ഇവിടെ 31 മൃതദേഹങ്ങൾ ഇറക്കിയ ശേഷം ബാക്കി 14 മൃതദേഹങ്ങളുമായിട്ട് ഡൽഹിയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഈ 31 മൃതദേഹങ്ങൾ തന്നെ 23 മൃതദേഹങ്ങൾ മലയാളികളുടേതാണ്. ഈ മലയാളികളായ മരിച്ച ആളുകളുടെ കുടുംബങ്ങളടക്കം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ്. അതിവൈകാരികമായി തന്നെ അവർ പ്രതികരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഏക ആശ്രയമായിരുന്ന പല കുടുംബങ്ങളെ സംബന്ധിച്ച് ഏക ആശ്രയമായിരുന്ന ആളുകൾ കൂടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ വേദനയാണ് അവർ പങ്കുവച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെല്ലാം തന്നെ കണ്ണീരണിഞ്ഞ് ആ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചകൾ കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഒരു വശത്ത് അതോടൊപ്പം തന്നെയാണ് ഈ ജനപ്രതിനിധി സംഘവും ഇവിടെ ഉള്ളത്. എന്തായാലും മൃതദേഹങ്ങൾ ഇവിടെ അധികം വൈകാതെ തന്നെ എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. ആ മൃതദേഹങ്ങൾക്ക് അരികിലായി നിന്ന ആളുകളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ആ വിധത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഒരു വശത്ത് ആംബുലൻസുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 31 ആംബുലൻസുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ തമിഴ്നാട്ടിലേക്കും പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് 23 മൃതദേഹങ്ങൾ മലയാളികളുടേതാണ്. ഇതിന് പുറമെയാണ് 7 തമിഴ്നാട് സ്വദേശികളും ഒരു കർണാടക സ്വദേശിയും ഉള്ളത്. അങ്ങനെയാണ് 31 മൃതദേഹങ്ങൾ ഇവിടെ ഇറക്കുന്നത്. നേരത്തെ തന്നെ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത് ഈ കേരളത്തിന്റെ സമീപത്തുള്ള സംസ്ഥാനങ്ങൾ, അതായത് ഇതര സംസ്ഥാനങ്ങൾ, ഈ തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകേണ്ട മൃതദേഹം അതും കൂടി നെടുമ്പാശ്ശേരിയിലേക്ക് ഇറക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണ് 31 മൃതദേഹങ്ങൾ ഇവിടെ ഇറക്കുന്നത്. ഈ 31 മൃതദേഹങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. 16 ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 16 ടേബിളുകളിലായിട്ടാണ് 31 മൃതദേഹങ്ങൾ വയ്ക്കുക. അതിനുശേഷം സംസ്ഥാന സർക്കാർ അത് ഏറ്റുവാങ്ങുകയും ചെയ്യും. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരായ P രാജീവും K രാജനും ചേർന്നാണ് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. അതിനുശേഷം അന്തിമോപചാരം അർപ്പിക്കും. ഒപ്പം തന്നെയാണ് പൊതുദർശനം ചെറിയ രീതിയിൽ നടക്കുക. അധികം വൈകാതെ തന്നെ, അതായത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിൽക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ ഈ ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. ഓരോ മൃതദേഹവും അത് വച്ചിരിക്കുന്ന ടേബിളിന്റെ നമ്പർ അനുസരിച്ച് ആ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റും. യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പത്തിനും ഇടയുണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ കാണിക്കുന്ന ജാഗ്രത. കാരണം മൃതദേഹം മാറി ഒരു കാരണവശാലും വീട്ടിലേക്ക് പോകരുത് എന്നുള്ള ഒരു ജാഗ്രത കൂടി അവർ വെച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സീരിയൽ നമ്പർ ഈ ടേബിളിൽ പതിപ്പിച്ചിരിക്കുന്നത്. ആ സീരിയൽ നമ്പർ അനുസരിച്ചുള്ള ആംബുലൻസിലേക്ക് ഈ മൃതദേഹം മാറ്റും. അതിനുശേഷം പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ഇത് വീട്ടിൽ എത്തിക്കുകയും ചെയ്യും.